മലയാളി ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചു അൽവാസ്. സത്യം പറഞ്ഞാൽ നമ്മൾ കൊതിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇത് വലിയ സന്തോഷം. ഇന്ത്യൻ ടീമിലൂടെ അല്ലെങ്കിൽ പോലും ഖത്തർ ടീമിലൂടെ തഹസിൻ വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ ഫുട്ബോൾ കളിക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണ്. തഹസിൻ നന്നായി ആഘോഷിക്കും. നമ്മുടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കുന്നു. മലയാളി ദമ്പതികളുടെ മകൻ ഇവിടെ കേരളത്തിൽ ജീവിച്ച് പിന്നീട് അങ്ങോട്ട് പോയ. അപ്പൊ മലയാളിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പലപ്പോഴും പറഞ്ഞിരുന്നത് മറ്റേ നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ്. അതിനെ ഖണ്ഡിക്കുന്ന വലിയൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സത്യത്തില് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫാദർ യൂണിവേഴ്സിറ്റി പ്ലെയർ ആണ് ജംഷിദ്. പിതാവ് ആ വഴിയിലായിരുന്നു. അപ്പൊ ഞാൻ 7 വർഷത്തോളം 2007 മുതൽ 2014 വരെ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ഫോറിൻ കോച്ചസിന്റെ കൂടെ വർക്ക് ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. 7 വർഷം ഇന്ത്യൻ ടീമിന്റെ കോച്ചിങ് സ്റ്റാഫായിരുന്നു. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മറ്റേ ബോബ് ഔട്ടണും റോബാണും പോലെയുള്ള പരിശീലകരുടെ കൂടെ. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. നമ്മളുടെ സംവിധാനത്തിനുണ്ടാവുന്ന പാളിച്ച എവിടെയാണ്, ആ പാളിച്ചയെ തിരിച്ചവിടെ നമ്മുടെ പരിശീലകരുടെ കുറവല്ല. ഇന്ത്യക്ക് വേറെ ഒരു മേഖലയിലും ഇതേപോലെ വിദേശ ആധിപത്യമില്ല. ഇന്ത്യൻ സയന്റിസ്റ്റുകളുടെ ഏറ്റവും മികച്ച സയന്റിസ്റ്റുകളാണ്. ഡോക്ടർമാര്, നഴ്സുമാര്, ഏത് മേഖല എടുത്താലും. ക്രിക്കറ്റിൽ ആദ്യം ഇന്ത്യ വിദേശ പരിശീലകരെ കൊണ്ടുവന്നിരുന്നു. ഇപ്പൊ ഇന്ത്യക്ക് വിദേശ പരിശീലകരില്ല. ക്രിക്കറ്റില് നാമമാത്രമായിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോഴും ഫുട്ബോളിൽ നമുക്ക് വല്ലാത്ത ഒരു അടിമത്തമാണ് ഈ വിദേശ പരിശീലകരോട്. നമ്മുടെ പരിശീലകർ മോശക്കാരായിട്ടല്ല, പക്ഷെ ആ സംവിധാനത്തിൽ വലിയൊരു പാളിച്ച കിടക്കുന്നുണ്ട്.